തിരുവനന്തപുരം കോട്ടൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കാട്ടാനയാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സെക്ഷൻ ഓഫീസർ റെജിക്ക് നേരെയാണ് ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. റെജിയുടെ ബൈക്ക് ആനകൾ തകർത്തിട്ടുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ജയശങ്കർ, എപ്പോഴായിരുന്നു സംഭവം? ദൃശ്യങ്ങൾ കണ്ടിട്ട് പകലാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹേൽ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കോട്ടൂരിൽ നിന്നും പെട്രോളിംഗിന്റെ ഭാഗമായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. 3 ആനകൾ അടങ്ങിയ സംഘം ഇദ്ദേഹത്തിന് നേരെ വന്നു. അതിൽ ഒരു ആനയാണ് ഇയാളെ പിന്നാലെ ഓടിച്ച് ആക്രമിച്ചത്. ഈ ആനയുടെ ആക്രമണത്തിൽ ഈ റെജിയുടെ വാഹനം, ബൈക്ക് തകർന്നിട്ടുണ്ട്. ഈ ആനകൾ നിലവിൽ കാട് കയറിയതായാണ് ഫോറസ്റ്റിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഫോറസ്റ്റ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് വനംവകുപ്പിന്റെ നിലവിലെ നിർദ്ദേശം. എന്തായാലും വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്ന, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വലിയൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വലിയ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാമാണ് ഭക്ഷണം തേടി ഈ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രധാന കാരണം. എന്തായാലും വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രത പുലർത്തുന്നുണ്ട്. സുഹേൽ, ശരി. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. വനം വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുക.